പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയമൊക്കെ ഒത്തിരി പോയി, അതുകൊണ്ട് നമുക്കൊരു ഗെയിം കളിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞായറാഴ്ച രാവിലെ ആരാധനയുടെ ഗെയിം കളിക്കാൻ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ, നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ, 2 ടീം, ഗേൾസ് ടീം, ബോയ്സ് ടീം. ഓക്കെ, ഗെയിം ഈസ് വെരി സിമ്പിൾ. ഐ വിൽ ഷോ യു സം ലോഗോസ്. ചില പേരുകൾ ഞങ്ങളെ കാണിക്കും. ആൻഡ് യു ഹാവ് ടു സേ അത് കാണുമ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊന്ന് പറയണം. ഓക്കെ, ആ പേര് കാണുമ്പോൾ നിങ്ങൾ പറയണം ഈ പേര് എന്തിനോട് ബന്ധപ്പെട്ടാണെന്ന് പറയണം. ഓക്കെ, അവർ റെഡി? Okay, I'll show you a logo. I'll show you some pictures. Okay, when you see the picture or the logo, you have to tell me what is it related to. Okay, ready? Okay, good. Okay, boys. Minu brother point eduthikkona. Boys 1. Okay, ready? Next one. Space. Okay, I think രണ്ടുപേരും ഒരേ സമയത്താണ്. So 1 each. Okay, രണ്ടുപേർക്കും മുന്നോട്ട് എടുത്തോ. Next. Okay, beverages. Okay, girls 1. Okay, next. Okay, രണ്ടുപേർക്കും പോയിന്റ്, 1 each. Okay. Okay, ready? Okay, fast food, ladies 1. Girls. Okay, next. Okay, next. Name derived from Antioch. ഈ ഓരോ സാധനം കാണിച്ചപ്പോൾ അതിനായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് കാര്യം ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞപ്പം there is nothing related. നമ്മളാണല്ലോ, നമ്മൾ ക്രിസ്ത്യൻ ആണല്ലോ. പക്ഷെ നമ്മളെ ഒരാൾ കാണുമ്പോൾ അവർക്ക് എന്താണ് നമ്മളെക്കുറിച്ച് തോന്നുന്നത്? ഇപ്പോൾ BMW കാണുമ്പോൾ ലോകം ഉണ്ടപ്പോൾ നമുക്ക് ഇത് കാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, നിങ്ങളെ ഒരാൾ കണ്ടാൽ what does he think? കേട്ടില്ല, ഉറച്ചു പറഞ്ഞ. Follower of Christ. What do you mean by follower of Christ? When Christ goes, you go after him? You follow Christ? Okay. Follower of Christ. Okay. Next, നമ്മൾ വേറൊരു ഗെയിം കളിക്കാൻ പോകുന്നു. സെയിം ഗെയിം, ജസ്റ്റ് കണ്ടിന്യൂയിങ്. ഓക്കെ, നമുക്കൊരു ഷോ സം ഒബ്ജക്ട്സ്, ചില കാര്യങ്ങൾ കാണിക്കും. അത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് പറയണം. ഓക്കെ, ഈക്വൽ. ഓക്കെ, നെക്സ്റ്റ്. ഈക്വൽ. ഓക്കെ, what is it for? Newspaper contains news. You don't need a brain for saying that. What do you do with the newspaper? Okay. No points.
Studying. Okay, boys one. Boys. Same. Okay. Next. To read. To understand. To educate yourself on Word of God. To read. To obey. എന്തിനാ ബൈബിള്? ബൈബിൾ ഇസ് നോട്ട് ടു റീഡ്. ബൈബിൾ ഇസ് നോട്ട് ടു സ്റ്റഡി. ദ ബൈബിൾ ഈസ് ടു ഒബേ വാട്ട് ഈസ് റിട്ടൺ ഇൻ ദാറ്റ്. Amen. If you're not doing that, you're not a Christian. Amen. If you are a Christian, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടണമെങ്കിൽ you must obey the word of God. വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. somebody said understand, മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ ഭാര്യ ഞാൻ ഇടയ്ക്ക് വെളിയിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയും പോയി പാലും കൂടെ മേടിച്ചുകൊണ്ട് വരണം കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഫോർഗെറ്റ്. അപ്പോൾ പാൽ മേടിച്ചുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ഞാനത് ഐ ക്യാൻ മെമ്മറൈസ് ദാറ്റ്, റൈറ്റ്? അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഭാര്യ ചോദിക്കുക പാൽ മേടിച്ചോ? അപ്പോൾ ഞാൻ പറയും എനിക്ക് മനസ്സിലായിരുന്നു, ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ വാട്ട് ഡിഡ് ഷീ മീൻ? That I have to get milk when I come back, right? If I don't have milk, is there any point in me understanding it? ഞാനത് ചെയ്തില്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് വായിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് കേട്ടോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആമേൻ. അപ്പോൾ എന്തിനാണ് വചനം? ആമേൻ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം എന്താ പറയുന്നത്? ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ എന്ത് ചെയ്യണം? പ്രമാണിക്കാൻ തക്കണം. വായിക്കാനാണോ? കേൾക്കാനാണോ? മനസ്സിലാക്കാനാണോ? എന്ത് ചെയ്യണം? പ്രമാണിക്കണം. ആമേൻ. പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആമേൻ. മേക്ക് ഡിസൈപ്പിൾസ്. നമ്മുടെ ഈ വർഷത്തെ തീം എന്താ? ഹല്ലേലൂയ. എന്താ തീം? ഡിസൈപ്പിൾഷിപ്പ്. സോ വാട്ട് ഈസ് എ ഡിസൈപ്പിൾ? ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ക്രൈസ്റ്റ് നടക്കുന്നതിൻ്റെ പുറകെ നടന്ന ഫോളോവർ ആകത്തില്ലേ? Is that what you mean by follower of Christ? ഈ ക്രിസ്ത്യൻ എന്ന വാക്ക്, ആസ് ഷമു വാസ് സെയിങ്, ക്രിസ്ത്യൻ എന്ന വാക്ക് ക്രിസ്ത്യാനികൾക്ക് ആദ്യം വരുന്നത് അന്ത്യോക്യ വെച്ചാണ് അല്ലേ? അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. എന്താ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ? ക്രിസ്ത്യാനി എന്ന പദം ആക്ച്വലി ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ കളിയാക്കി വിളിച്ച പേരാ. ഇവനെയൊക്കെ കണ്ടാൽ എന്തുപോലെ ഇരിക്കുന്നു? ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്ന കുറേ എണ്ണം, ലിറ്റിൽ ക്രൈസ്റ്റ്, കുറെ കുഞ്ഞ് ക്രിസ്തുക്കൾ എന്ന് ശിഷ്യന്മാരെ കളിയാക്കി വിളിച്ച പേരാണ് ക്രിസ്ത്യാനി. അപ്പോൾ ആരാണ് യഥാർത്ഥ ശിഷ്യൻ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനി? ക്രിസ്തുവിനെ പോലെ ഉള്ള ക്രിസ്തുവിൻ്റെ ശിഷ്യനെ വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനി. ആമേൻ. പലരും ക്രിസ്ത്യാനികളാകുന്നത് പല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ പണ്ട് കഥ കേട്ടിട്ടുണ്ട്, തോമാസ് ലീഹ കേരളത്തിൽ വന്നപ്പോൾ ഉള്ള കഥ അറിയത്തില്ലേ? തോമാസ് ലീഹ വന്ന് ഭയങ്കര പ്രസംഗം, യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു, യേശുക്രിസ്തു എന്താണ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. ഒറ്റ മനുഷ്യന് ഇതൊന്നും കേട്ടിട്ടൊന്നുമില്ല. പുള്ളി പറഞ്ഞു യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കി. കോട്ടയം ജില്ലയിലെ പകുതി പേര് ക്രിസ്ത്യാനികളായി. അപ്പോൾ പലരും ക്രിസ്ത്യാനി ആകുന്നത് പല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വാട്ട് ആർ യു ക്രിസ്ത്യൻ ഫോർ? എന്തിനാണ് നിങ്ങൾ ക്രിസ്ത്യാനി ആയത്? വല്ല കിട്ടാനാണോ? എന്തിനാണ് ക്രിസ്ത്യാനി ആയത്?
If you are a Christian, you will be like Christ. അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 6:39-40 വായിക്കാമോ? ലൂക്ക് 6:39-40. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞത്, കുരുടനെ വഴികാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. Amen. The disciple is not above his master, but everyone that is perfect shall be as his master. Hallelujah. Amen. When I send you another version, I think it's a message. Everyone who is perfect will be as his master. Okay, this is what message version says. He quoted a proverb, can a blind man guide a blind man? Wouldn't they both end up in the ditch? An apprentice doesn't lecture the master. The point is to be careful who you follow as your teacher. Amen. What is the point? You need to be careful as to who you follow as your teacher, because whoever is your teacher, you're going to become like that. നിങ്ങളുടെ ഗുരു ആരാണോ നിങ്ങൾ അതുപോലെ ആയിത്തീരാനാണ് പോകുന്നത്. Amen. So if you are a disciple of Jesus Christ, you're going to be like Jesus. That is what a Christian is. Right? So whenever somebody thinks about the word Christian, അല്ലെ നിങ്ങളെ കാണുമ്പോൾ ഒരാൾക്ക് എന്ത് തോന്നണം? Not that you are a follower of Christ, they should feel that there is Christ here. Amen. എന്ത് തോന്നണം? They should see Christ in you. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതി പറഞ്ഞു 2:20, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രന്റെ വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. ഹല്ലേലൂയ. So who is living through me? Jesus. Hallelujah. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഓഫീസിൽ ആൾക്കാർ നിങ്ങളെ കാണുമ്പോൾ what will they say about you? If they know that you are a Christian, അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്നവർ നിങ്ങളെ കാണുമ്പോൾ എന്ത് ചിന്തിക്കും? പോട്ടെ. What is your spouse telling about you? നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ അവരോട് ശരിക്ക് ചോദിച്ചാൽ, ആത്മാർത്ഥമായിട്ടൊരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിച്ചാൽ അവരെന്ത് പറയാം? ആർ യു ബിക്കമിങ് മോർ ക്രൈസ്റ്റ് ലൈക്ക് എവറി ഡേ? നമ്മൾ തന്നെ ചോദിച്ചാൽ മതി. ആം ഐ ബിക്കമിങ് മോർ ക്രൈസ്റ്റ് ലൈക്ക് എവറി ഡേ? ആണെങ്കിൽ we can say that I am a Christian. I am a disciple of Jesus Christ. ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്. ഞാൻ എൻ്റെ ഗുരുവിനെ പോലെ ആയിത്തീരേണ്ടവനാണ്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായി തീരുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് 24-25 ആണ്. ഒന്ന് നോക്കാം. sorry. Yeah. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. അതല്ല, ഒരു മിനിറ്റ്. 34-35 യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നത് തന്നെ. Praise God. Hallelujah.
നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് പുതിയ കൽപ്പനയാണോ? ലേവ്യ പുസ്തകം 19:18 ഒന്ന് വായിച്ചേ. ലേവ്യ പുസ്തകം 19:18. Leviticus 19:18. നിന്റെ ജനത്തിന്റെ മക്കളോട് പകരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകുന്നു, നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. അപ്പൊ ഇതിനകത്ത് പുതിയതുള്ളത്? പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ഇവിടെ യേശു പറഞ്ഞു നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിനകത്ത് എന്താ പുതിയുള്ളത്? വാട്ട് ഈസ് സോ ന്യൂ അബൌട്ട് ദിസ്? കൽപ്പന പുതിയതല്ല, പക്ഷെ there is a new standard. ആമേൻ. എന്താ സ്റ്റാൻഡേർഡ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ആസ് ഐ ഹാവ് ലവ്ഡ് യു, സോ യു ഷുഡ് ലവ് വൺ അനദർ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ അന്നേരം എന്തുണ്ടാവും? അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ഇനി ശിഷ്യന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഞാനിനി കുനിഞ്ഞിരുന്ന നിലത്ത് വിരലുകൊണ്ട് എഴുതേണ്ടി വരുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്, ഇറ്റ്സ് സോ ഹൈ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇത് വായിക്കാനുള്ളതല്ല, ഇത് അനുസരിക്കാനുള്ളതാണ്. ആമേൻ. ഇത് അനുസരിക്കാനുള്ളതാണ്. ദിസ് ഈസ് ടു ഒബേ. ദിസ് ഈസ് ഫോർ us to do in our lives. ഇത് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ കണ്ടു പറയുന്നത് ഹി ഈസ് ക്രൈസ്റ്റ് ലൈക്ക്. ഇവനെ കണ്ടിട്ട് യേശുവിനെ പോലെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ തീം ഇറ്റ് ഈസ് ഡിസൈപ്പിൾഷിപ്പ്. എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു അല്ലേ? ആമേൻ. നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അല്ലേ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് നാം എല്ലാവരും അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരായിത്തീരണം? നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഹല്ലേലൂയ. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മളുടെ ഈ വർഷത്തെ കുറിവാക്യം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അവിടെ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ന്യായമായ ബുദ്ധി മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ന്യായമായ റീസണബിൾ സർവീസ്. നിങ്ങൾ ന്യായമായ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് അർപ്പിക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കണം. എന്നെ മൊത്തമായി ദൈവത്തിന് കൊടുക്കുന്നു. ഐ എം ഓൾ യുവേഴ്സ്, ഓൾ ഐ ഹാവ് ഇസ് യുവേഴ്സ്. ഞാൻ അങ്ങയുടേതാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കണം. പക്ഷെ ഈ സമർപ്പിക്കണം, സറണ്ടർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടല. ആമേൻ. നമുക്ക് പേടിയാ, എന്തൊക്കെയോ നമുക്കൊക്കെ അങ്ങ് വിട്ട് കളയേണ്ടി വരും. എനിക്ക് എന്തൊക്കെ കൊടുക്കേണ്ടി വരും. എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ രസവും അതോടെ അങ്ങ് തീർന്നു. ഞാൻ രസിക്കുന്നതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ കൂട്ടുകാരുടെയൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ
ദൈവം അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും അതോടെ അവസാനിക്കും എന്നാണ് നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അതിൻ്റെ കാര്യം, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാൻ മേലാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. ദൈവം എന്തിനാണ് നമ്മൾ ദൈവസേനയിൽ നമ്മൾ കീഴടങ്ങണം, ദൈവത്തിന് സമർപ്പിക്കണം എന്ന് പറയുന്നതെന്ന് അറിയാമോ? Because God wants to give you the best. Amen. ദൈവത്തിൻ്റെ we are all created by God, അല്ലേ? ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വ്യത്യസ്തരാണ്. നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ കയ്യപ്പോട് കൂടിയാണ്. യു ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇൻ മൈന്യൂട്ട് വേസ്. നിങ്ങളുടെ DNA is not the same. You don't look the same. Your height is not the same. The color of your skin is not the same. ഇത് ദൈവം, നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നാം അവൻ്റെ കൈപ്പണിയായിട്ട് സൽപ്രവർത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ പ്രത്യേക ഉദ്ദേശം വെച്ചിട്ടാണ്. ആമേൻ. അപ്പോൾ നമ്മളെ കൊണ്ടുള്ള ഏറ്റവും നമ്മൾ നന്നായിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അറിയാവുന്നത് ആർക്കാണ്? ആമേൻ. നമ്മളെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാവുന്ന ആർക്കാണ്? ദൈവത്തിന്. കാരണം ദൈവമാണ് നമ്മളെ ഉണ്ടാക്കിയത്. ആമേൻ. അപ്പോൾ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് നമ്മുടെ കൺട്രോൾ പൂർണ്ണമായി കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. ആമേൻ. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം നടന്നാൽ സംഭവിക്കുന്നത്, യു വിൽ നെവർ ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അറിയാവുന്നത് ദൈവത്തിനാണ്. അത് നമ്മളിവിടെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നത് ദൈവത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മൊത്തം കൺട്രോൾ, നമ്മുടെ നിയന്ത്രണം മുഴുവൻ ദൈവത്തെ ഏൽപ്പിച്ചാൽ ഹി ക്യാൻ ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സറണ്ടർ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോൾ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, എനിക്ക് എന്തൊക്കെ വിടേണ്ടി വരും, ഞാൻ എന്തൊക്കെ ത്യജിക്കേണ്ടി വരും, എന്തൊക്കെ ത്യാഗം സഹിക്കണം, എന്തൊക്കെ വിട്ടുകളയണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ പറയുന്നത്, ദിസ് ഈസ് യുവർ റീസണബിൾ സർവീസ്. നമ്മൾ മലയാളത്തിൽ ബുദ്ധിയുള്ള എന്ന് കുറേയൊക്കെ ശരിയായിട്ടാണ് തർജ്ജമ ചെയ്തേക്കുന്നത്. കാരണം അതിൻ്റെ ഗ്രീക്ക് പദം ലോജിക്കോസ് എന്ന പദമാണ്. റീസണബിളിൻ്റെ ഗ്രീക്ക് പദം ലോജിക്കോസ് എന്ന പദമാണ്. ലോജിക്കോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ലോജിക്. നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതെന്തെങ്കിലും വിട്ടുകളയുന്നതിനെ പറ്റിയല്ല, ഇതെന്തെങ്കിലും നഷ്ടപ്പെടുന്നതിനെ പറ്റിയല്ല, എന്തെങ്കിലും ത്യജിക്കുന്നതിനെ പറ്റിയല്ല. ദിസ് ഇസ് ലോജിക്. അവിടെ സർവീസ് എന്ന പദത്തിൻ്റെ ലാട്രിയു, അതാണ് ആരാധന എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. ലാട്രിയു, സർവീസ്. ഇതാണ് നിങ്ങൾ ന്യായമായി ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഈ നമ്മുടെ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഗോഡ് ക്യാൻ യൂസ് യു മച്ച് ബെറ്റർ ദൻ വാട്ട് യു ക്യാൻ ഡു അലോൺ. ഹല്ലേലൂയ. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലോട്ട് എൻ്റെ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തീർന്നു, ഇനി എൻ്റെ ഒരു ഇഷ്ടവും എൻ്റെ ഒരു സന്തോഷവും നടക്കത്തില്ല. ദൈവത്തിന് കുറേ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ഞാൻ അത് പ്രകാരം മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. നോ. ഹല്ലേലൂയ. ഇത് അറിയാൻ മേലാത്തതുകൊണ്ടാണ്, ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് പിന്തുടരാൻ പറ്റാത്തത്. ഈ ദൈവം എന്ത് പറയുന്നു അത് പിന്തുടരാൻ പറ്റാത്തത്. പെട്ടെന്ന് വായിക്കാൻ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ... ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. ഓക്കെ, 26 ഇട്ടാമോ?
എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ശിഷ്യനായാൽ നമ്മൾ ബാക്കി എല്ലാവരെയും വെറുക്കണം, എല്ലാവരെയും ഹെയ്റ്റ് ചെയ്യണം എന്നാണോ? ഇൻ കമ്പാരിസൺ ടു ഗോഡ്, യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ബന്ധങ്ങളെല്ലാം അതിന് താഴെയായിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും, ഹെയ്റ്റ് യുവർ സെൽഫ്, എന്നേക്കാൾ എൻ്റെ ഇഷ്ടത്തേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, അടുത്തത്. നിങ്ങളിൽ ആരെങ്കിലും ഒരു തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ആമേൻ. ഇവിടാണ് നമുക്ക് പ്രശ്നം. ഒന്നാമത്തെ കാര്യം, വി ഡോണ്ട് നോ വാട്ട് ഈസ് ടോക്കിംഗ് അബൌട്ട്, അല്ലേ? എന്തോ ഈ ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബെയർ ഹിസ് ക്രോസ്? വൈകിട്ട് ഫ്രണ്ട്സൊക്കെ വേണ്ട നമുക്കൊന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല ഞാൻ വരുന്നില്ല. എന്താ? ഞാൻ ക്രൂശ് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ക്രൂശ് വഹിക്കുന്നത്? ഞാനിങ്ങനെ രണവസ്ത്രം, അല്ലേ, ക്ഷണവസ്ത്രമൊക്കെ ധരിച്ച് രട്ടുടുത്ത് ശാഖഭക്ഷണമൊക്കെ കഴിച്ച് പച്ചവെള്ളം കുടിച്ച് ഇങ്ങനെ ഭിത്തിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുവാ? ക്രൂശ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ചിന്ത, ക്രൂശ് എന്ന്. അവിടെ എന്താ പറയുന്നത്? യു ഹാവ് ടു ഡിനൈ യുവർ സെൽഫ്. തന്നെത്താൻ ത്യജിക്കണം. തന്നെത്താൻ ത്യജിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കുള്ള എന്തെങ്കിലും ത്യജിക്കണമെന്നല്ല. ഇറ്റ് ഇസ് നോട്ട് സേയിങ് യു ഹാവ് ടു ഡിനൈ യുവർ സെൽഫ് സംതിങ്. ഐ വിത്ത് മീ? മനസ്സിലായോ പറഞ്ഞത്? നമുക്ക് എന്തെങ്കിലും, നമുക്ക് വേണ്ട എന്തെങ്കിലും ത്യജിക്കണമെന്നല്ല പറയുന്നത്. യു ഹാവ് ടു ഡിനൈ യുവർ സെൽഫ്. ആമേൻ. അതെന്താണെന്ന് അതിൻ്റെ മുമ്പിലത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയെയോ തന്നെത്താൻ സ്നേഹിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഈ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകളയേണ്ട കാര്യങ്ങളുണ്ടില്ലെന്നില്ല, പക്ഷെ നമുക്ക് സന്തോഷം തരുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ഒരു ബന്ധത്തെക്കുറിച്ച്. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് എ റിലേഷൻഷിപ്പ്. ആമേൻ. ഹൗ ഇസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, വിത്ത് ഗാഡ്? ഇസ് ഇറ്റ് അബവ് എവറിത്തിങ്? എൻ്റെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിനാണോ എന്നോട് തന്നെയുള്ള ബന്ധത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത്, വെയിറ്റ് ഉള്ളത്? then you are denying yourself. Hallelujah. And this is so important. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചെയ്തില്ല എങ്കിൽ God cannot bless you. And മുമ്പോട്ട് പോകുന്നതിന് ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ജീവിതകാലം മുഴുവൻ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ട് ജീവിച്ച് പോകാമെന്ന് കരുതുന്ന വ്യക്തിയാണെങ്കിൽ യു ക്യാൻ ഗോ ടു സ്ലീപ്പ് റൈറ്റ് അവേ നൗ. യു ഡോണ്ട് നീഡ് ടു ലിസൺ ഫർദർ. ഇത് ക്രിസ്തു യേശുവിൽ വളരണം, ശിഷ്യനാകണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള മെസ്സേജാണ്. ആമേൻ. Otherwise you can just switch off your brain and go to sleep right now. We have to deny ourselves. എൻ്റെ ക്രൂസ് എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. എന്താ ക്രൂസ്? യേശുക്രിസ്തു നമുക്കറിയാം ഇത് സംസാരിക്കുന്നത് 1-ാം നൂറ്റാണ്ടിലെ ആളുകളോടാണ്, ഇസ്രായേൽ ജീവിക്കുന്ന ആളുകളോടാണ്. അവരോട് ക്രൂസ് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് അറിയാം. നമ്മളീ കാണുന്ന പോലെ പള്ളിയിൽ വെച്ചേക്കുന്ന സാധനമൊന്നുമല്ല ക്രൂസ്. ഇപ്പോഴാണ് അത് നമ്മുടെ പള്ളിയിലും കഴുത്തിലൊക്കെ ആൾക്കാർ തൂക്കൊണ്ട് നടക്കുന്നത്. അന്ന് ക്രൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ഡിറ്റസ്റ്റബിൾ തിങ്. ഈ റോമ ഗവൺമെൻറ്
ആളുകളെ എത്രയും നരകിപ്പിച്ച് എത്രയും പീഡിപ്പിച്ച് കൊല്ലാമോ അങ്ങനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് ക്രൂശ്. എന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവിടെ എവിടെയൊക്കെ കാണാം ക്രൂശയിൽ ആൾക്കാരെ തൂക്കിയിട്ടേക്കുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ എ ക്രോസ്? ദാറ്റ് പേഴ്സൺ ഈസ് ഡൈയിങ്. ദാറ്റ് പേഴ്സൺ ഈസ് ഡൈയിങ്. ആമേൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ന്യായമായ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. യു മസ്റ്റ് ഡൈ ടു യുവർ സെൽഫ് ആൻഡ് യു മസ്റ്റ് ലിവ് ഫോർ ക്രൈസ്റ്റ്. അതിന് പറയുന്ന പേരാണ് യു ഷുഡ് ഡിനൈ യുവർ സെൽഫ്. ആമേൻ. തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഓക്കെ, അടുത്തത്. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം വിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്? ശിഷ്യനാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. ബിഫോർ യു എവർ വാണ്ട് ടു ബി എ ഡിസൈപ്പിൾ, സിറ്റ് ഡൗൺ ആൻഡ് കൗണ്ട് ദ കോസ്റ്റ്. ഇതിന് ഞാൻ എന്ത് വില കൊടുക്കേണ്ടി വരും എന്ന് ചിന്തിച്ചുറപ്പിച്ചിട്ട് വേണം ഈ പണിക്കിറങ്ങാൻ. ആമേൻ. ഇല്ലെങ്കിൽ എന്തോ പറ്റും? പണി തുടങ്ങി, പക്ഷെ തീർക്കാൻ വഴിയില്ല. ആമേൻ. ഇന്ന് നമ്മൾ പല കാണുന്ന ശിഷ്യന്മാരും അങ്ങനെയാണ്. പണി തുടങ്ങി, പക്ഷെ തീർപ്പാൻ വയ്യ. എന്താ പ്രശ്നം? ദേ കനോട്ട് ഡിനൈ ദംസെൽസ്. ആമേൻ. തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്ത ഒരുത്തനും എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ല. യു ഹാവ് ടു ടെൽ ഗോഡ്, ഗോഡ്, all I have is yours. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. ഈ ഞാൻ അങ്ങയുടേതാണ്. You can do whatever you want to do with me. എന്തിനാണെന്നറിയാമോ? ഇത് നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ God can bring out beautiful things out of you. Hallelujah. And without this God can't do anything. എല്ലാവരും പണി തുടങ്ങി, പക്ഷേ തീർക്കാൻ പറ്റുന്നില്ല. അടുത്ത വാക്യം. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് ഞാൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാധിപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇത് കൂടുതൽ ക്ലാരിറ്റി എന്തെങ്കിലും വേണോ? നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇരുന്ന് ആലോചിക്കണം. ആം ഐ ഗോയിങ് ടു ഫിനിഷ് ദിസ്? ഇത് തീർക്കാനുള്ള കഴിവെനിക്കുണ്ടോ, പ്രാപ്തി എനിക്കുണ്ടോ? ഇല്ലെങ്കിൽ അത് തുടങ്ങാതിരിക്കുന്നത് നല്ലത്. ആമേൻ. തുടങ്ങിക്കഴിഞ്ഞിട്ട് പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നവനെ ആൾക്കാർ കളിയാക്കും, നാട്ടുകാർ കളിയാക്കും. ആമേൻ. അപ്പോൾ തനിക്കുള്ളതൊക്കെയും നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അടുത്ത വാക്യം. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഉപ്പ് നല്ലതാ, പക്ഷെ ഉപ്പിന് കാരമില്ലെങ്കിൽ പിന്നെ അത് വെറുതെ ഭൂമിയിൽ ഇട്ട് കളയാൻ പറ്റത്തില്ല, വളമായിട്ട് ഉപയോഗിക്കാനും പറ്റത്തില്ല, എടുത്ത് പുറത്ത് കളയാനേ പറ്റുള്ളൂ. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ക്രൂശ് ചുമപ്പാൻ വയ്യാത്ത, തന്നെത്താൻ ത്യജിക്കാൻ വയ്യാത്ത ശിഷ്യനെ കുറിച്ച് പറയുന്നതാണ്. എടുത്ത് പുറത്ത് കളയുമെന്ന്.
കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മോനെ വന്നിട്ട് വെരി സിംപ്ലി പുട്ട്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, if you're not willing to take what is dearest to you, whether plans of people, and kiss it goodbye, you can't be my disciple. Salt is excellent, but if salt goes flat, it is useless, good for nothing. Are you listening to this? Really listening? Amen. You want to be a disciple? You must deny yourself. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിനൈ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്ത, ഓ തീർന്നു, എൻ്റെ ലൈഫ് തീർന്നു, ഇനി എനിക്കൊന്നും പറ്റത്തില്ല എൻ്റെ ജീവിതത്തിൽ, ഞാനിനി ഈ കാവ്യ വസ്ത്രവും കാഷായ വസ്ത്രവും ധരിച്ച് ഏതെങ്കിലും മലയുടെ ഇടയ്ക്ക് പോയിരുന്ന് എന്താണ് ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട്. ഡിയർ പീപ്പിൾ, അണ്ടർസ്റ്റാൻഡ്, ഗോഡ് വാണ്ട്സ് ദ ബെസ്റ്റ് ഫോർ യു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അതാ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, നിങ്ങൾ നനയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, നിങ്ങൾക്ക് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന്. ബട്ട് ഫോർ ദാറ്റ് യു മസ്റ്റ് ഡിനൈ യുവർസെൽഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയില്ല. നമ്മുടെ വിചാരം ദൈവം നമ്മളെ ശിക്ഷിക്കാൻ, ദൈവം നമ്മളെ അടിക്കാൻ, നമ്മൾ സൂഹിക്കുന്നുണ്ട ദൈവത്തിന് ഭയങ്കര ദേഷ്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. 84 സങ്കീർത്തനം 11 വാക്യം ഒന്ന് വായിക്കാമോ? Psalms 84:11. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല. അവിടെ എഴുതിയേക്കുന്ന യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യാവേ അഡോനായ്, യഹോവയായ ദൈവം. എന്താ യാവേ? യാവേ ഇസ് I am that I am. ഞാനാകുന്നവൻ ഞാനാകുന്നു, അല്ലേ? ഹീ സെൽഫ് എക്സിസ്റ്റന്റ്. ഹീസ് എ പേഴ്സണൽ ഗോഡ്. നിനക്ക് ഞാൻ എങ്ങനെ ആവണോ അതുപോലെ ഞാൻ ആയിത്തീരും. I am that I am. He is all powerful. He doesn't need anyone external to him for his existence. I am that I am. The all powerful God, the personal God. Amen. വീണ്ടും ഇവിടെ പറയുന്നു Adonai. Adonai refers to creator. It refers to the one who is sustaining all this. Hallelujah. അവിടെ പറയുകയാണ് യഹോവയായ ദൈവം, the all powerful, all knowing, self-existent, personal God who is the creator and the sustainer. He is the sun and the shield. എന്താ ഈ സൂര്യൻ? സൂര്യൻ്റെ വെളിച്ചവും ചൂടുമാണ് ഈ ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നത്. And now we know about solar energy, right? We're getting a lot of energy out of the sun. And it is unlimited resources. നോക്കിയാൽ നിങ്ങൾ ഈ ഭൂമിയിലുള്ള ലക്ഷക്കണക്കിന് വൃക്ഷങ്ങൾ അത് നിലനിൽക്കുന്നത് സൂര്യൻ്റെ വെളിച്ചമുള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് സൂര്യൻ്റെ വെളിച്ചവും ചൂടും ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത്. അൺലിമിറ്റഡ്, യാതൊരു പരിധിയുമില്ലാത്ത റിസോഴ്സസ് ആണ് സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അവിടെ പറയുന്നു യാഹ്വേ അഡോനായ് ഈസ് എ സൺ. ഹീ ഈസ് ദി സോഴ്സ് ഓഫ് അൺലിമിറ്റഡ് റിസോഴ്സസ് ടു യു. And he is a shield. He is a source of unlimited protection for you. Hallelujah. യഹോവയായ ദൈവം സൂര്യനും പരിചയം ആകുന്നു. അവൻ എന്തോ നൽകുന്നു? കൃപയും മഹത്വവും നൽകുന്നു. Hallelujah. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. He is a giver. He wants to bless you. He wants to give things to you. He wants to see you happy.
നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ സന്തോഷം. ഹല്ലേലൂയ. ബട്ട് ഫോർ ദാറ്റ് യു മസ്റ്റ് ഡൈ. യു മസ്റ്റ് ഡിനൈ yourself. You must value your relationship with God more than anything else. അവരെക്കുറിച്ചാണ് വചനം പറയുന്നത്, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. ഹല്ലേലൂയ. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? അവൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്ത്യാനി എന്ന് പേരുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു ബേർഡൻ അല്ല, ഇതൊരു എന്താണ് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ഭാരം നമ്മുടെ തലയിലെടുത്ത് വെക്കുന്നതല്ല. ദിസ് ഈസ് ഹൗ ഗോഡ് വാണ്ട്സ് ടു ബ്ലെസ് യു. ദിസ് ഈസ് ഹൗ ഗോഡ് വാണ്ട്സ് ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു. ആമേൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിനൈ ourselves. വി ഹാവ് ടു സറണ്ടർ ourselves. സറണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്, അത് നമ്മൾ യു ജസ്റ്റ് ട്രാൻസ്ഫർ ഇറ്റ് ടു ഗോഡ്. ഗോഡ്, ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് യു. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് എന്നെക്കുറിച്ച് അങ്ങേക്ക് ഉദ്ദേശങ്ങളുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഐ മസ്റ്റ് സറണ്ടർ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ, ഇൻ ദിസ് ഇയർ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, we should all try and become his disciple. ഇത് പറയുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിച്ചതുപോലെ, ഒരുത്തൻ പണി തുടങ്ങുമ്പോൾ തനിക്ക് തീർപ്പാൻ വകയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം അത് ചെയ്യുവാൻ. ഹല്ലേലൂയ. So this is a time of self-examination. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. Lord, I'm ready to give myself. I'm ready to deny myself. Because I know you have the best for me. അങ്ങയുടെ കരങ്ങളിലാണ് ഞാൻ ഏറ്റവും സുരക്ഷിതൻ. അങ്ങയുടെ കരങ്ങളിലാണ് എനിക്ക് വേണ്ട എല്ലാം ഉള്ളത്. So I'm going to trust myself with you. I'm going to give myself to you. And I want to be like you. Hallelujah. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Speak
Lord, we come before you, Lord. Hallelujah. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ വചനം പറയുന്നത് പോലെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ ഓർക്കുന്നു, യു ആർ എ മെർസിഫുൾ ഗാഡ്. You are a loving Father. You want the best for us, Lord. You are a merciful God. കർത്താവേ, അങ്ങേക്ക് ഞങ്ങളോട് കരുണ തോന്നിയിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളോട് മനസ്സലിവുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ നന്നായിരിക്കണമെന്ന് അങ്ങയുടെ ആഗ്രഹമായിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നാൽ പ്രിയ പിതാവേ, അവിടുത്തെ വചനം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, ഹല്ലേലൂയ, ന്യായമായ ആരാധനയായി ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന് വചനം ഞങ്ങളെ പ്രബോധിപ്പിച്ചുവല്ലോ. പ്രിയപിതാവേ, അടിയങ്ങളെ അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ശിഷ്യയായി മാറുവാൻ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ തന്നെ ത്യജിച്ച് ഞങ്ങൾക്കുള്ളതിനെല്ലാം അങ്ങയ്ക്ക് ഉള്ളതാണ് എന്ന് സമർപ്പിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, അങ്ങയെപ്പോലെ ആയിത്തീരുവാൻ ഞങ്ങളുടെ ഹൃദയം കൊതിക്കുന്നു. കർത്താവേ, അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരോരോരുത്തരും ഒരു നല്ല ക്രിസ്ത്യാനിയായി
യേശുവിനെ പോലെ ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നവരായി ഇവരോരോരുത്തരും മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.